എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഹൈക്കോർട്ടിലോട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ നമ്മുടെ പൊളിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്ന കീ ലേണിങ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷനെ കുറിച്ച് പഠിക്കും. പിന്നെ ഇന്ത്യൻ ഹയർ ജുഡീഷ്യറിയിലുള്ള പ്രശ്നങ്ങൾ, അവിടെയുള്ള വേക്കൻസീസ്, പിന്നെ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. പിന്നെ എൻജാക്ക് എടുത്ത് കളയാനായിട്ടുള്ള കാരണങ്ങൾ, പിന്നെ ഈ ഒരു പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന റിഫോംസിനെ പറ്റി നമ്മൾ നോക്കും. അപ്പോൾ ഈ ന്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ന്യൂ അപ്പോയിൻമെൻറ്റ്സ്, അതായത് അലഹബാദ്, ഗുവാഹട്ടി, മേഘാലയ, ഒറീസ, ഉത്തരാഖണ്ഡ് ആൻഡ് രാജസ്ഥാനിലോട്ടുള്ള ഹൈക്കോർട്ട്സിലോട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള സെൻറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ പോയി എന്നായിരുന്നു ന്യൂസ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈക്കോർട്ടിൽ ജഡ്ജസ്മാരെ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഓക്കെ, അതായത് ആർട്ടിക്കിൾ 217 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈക്കോർട്ട് ജഡ്ജിമാരെ പ്രസിഡൻ്റാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവർണർ ഓഫ് സ്റ്റേറ്റിൻ്റെ കൺസൾട്ടേഷൻ ഓടെയാണ് അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സുപ്രീം കോർട്ട് കൊളേജിയൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അതെങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കൊളേജിയൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും ഒരു ആക്ട് ഓഫ് പാർലമെൻറ്റ് വഴിയല്ലായിരുന്നു. അതൊരു സുപ്രീം കോർട്ടിൻ്റെ 3 സുപ്രധാനമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ 3 ജഡ്ജസ് കേസസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ജഡ്ജസ് കേസിൽ എന്താണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ എക്സിക്യൂട്ടീവിന് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരവും കൊടുത്തു. സെക്കൻഡ് കേസിൽ അത് 1993 അത് കോളേജിയൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതെന്താണ്? കൺസൾട്ടേഷൻ ഓഫ് CJ എന്ന് വെച്ചാൽ കൺകറൻസ്, അതായത് CJയുടെ ഉത്തരവോടെ കൂടി അതും പ്ലസ് 2 സീനിയർ മോസ്റ്റ് ജഡ്ജസും കൂടി ആ പാനലിൽ വന്നു. പിന്നെ തേർഡ് ജഡ്ജസ് കേസ് അത് 1998 എന്താ ചെയ്തു? ഈ കോളേജിയൻ സിസ്റ്റത്തിനെ 5 മെമ്പർ ബോഡി പ്ലസ് 4 സീനിയർ മോസ്റ്റ് ജഡ്ജസിലോട്ട് എക്സ്പാൻഡ് ചെയ്തു. എന്തിന്? ഹൈക്കോർട്ട് ജഡ്ജസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രസൻറ്റ് സിസ്റ്റത്തിലെ ഇഷ്യൂസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഇതിൽ ഡിലേസ് ഉണ്ട് അപ്പോയിൻമെൻറ്റിൽ. ഇത് പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റി അല്ലെങ്കിൽ ജുഡീഷ്യൽ സുപ്രീമസിയാണ് ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ. ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഉണ്ട്. അപ്പോൾ ഇത് ജഡ്ജസ്മാർ തന്നെയാണ് ഈ ജഡ്ജസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ട്രാൻസ്പെറൻസിയുടെ ഇഷ്യൂ ഉണ്ട്. പിന്നെ അത് ചിലപ്പോൾ സർട്ടൻ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്ക് ഫേവറബിൾ ആകാം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ഷോർട്ടേജസ് ഉണ്ട്. അതായത് ഈ ഷോർട്ടേജ് ഓഫ് 453 ഔട്ട് ഓഫ് 1098 ആണ് അപ്രൂവ്ഡ് ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ വേക്കൻസീസ് ഉള്ളത്. പിന്നെ 3.7 crore കേസസ് പെൻഡിങ് ഉണ്ട്. ഓക്കെ, അതും കൂടി ഒരു പ്രശ്നമാണ്. പിന്നെ അറ്റംപ്റ്റ്സ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് എൻജാക്ക് കൊണ്ടുവന്നു. അത് 1914 പ്രൊപ്പോസ് ചെയ്തായിരുന്നു. പക്ഷേ എന്താണ്, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറിയുടെ പവേഴ്സിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് എതിരായിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, ത്രെറ്റനിങ് ജുഡീഷ്യറീസ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അത് കാരണം അത് ഇത് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് പൊളിറ്റി ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. പൊളിറ്റി റിലേറ്റഡ് ആയിട്ട് ന്യൂസ് വരുമ്പോഴേക്ക് ഈ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഫെഡറലിസം അല്ലെ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ന്യൂസ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്, നമ്മുടെ DMK ലീഡർ, തമിഴ്നാട്ടിലെ DMK ലീഡർ TR ബാലു ലോക്സഭയിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. അതായത് ഈ ഇടയ്ക്ക് നടന്ന തമിഴ്നാട്ടിൽ, കേരള, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാളിലൊക്കെ എന്താണ് ഈ ഗവർണേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് എതിരായിട്ട്, എലക്റ്റഡ് ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ സുപ്രീമസി അല്ലെങ്കിൽ അവർ ഡോമിനേറ്റിംഗ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു. ഓക്കെ, അത് കാരണമാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫെഡറലിസത്തെക്കുറിച്ചും പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും പിന്നെ ഗവർണറിൻ്റെ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഫെഡറലിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ യൂണിറ്ററി ആൻഡ് ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കും കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കും. അപ്പോൾ ഫെഡറലിസം അണ്ടർ സ്ട്രെസ് അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഗവർണർ സ്റ്റേറ്റ് ഗവൺമെൻറ് റോൾസിനെ താത്തിക്കെട്ടാൻ നോക്കും. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ എന്താണ്, ഗവർണറിനെ സെൻറ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്താണ്, സെൻറ്റർ അപ്പോയിൻറ്റ് ചെയ്താലും ഗവർണർ നീഡ് ടു ആക്ട് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ് ആണ്. പക്ഷേ അത് മിക്ക കേസിലും അത് അവോയ്ഡ് ചെയ്തിട്ട് ഗവർണർ അവിടെ ഡോമിനൻസ് അസേർട്ട്. പിന്നെ
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിൻ്റെ പ്രോസസ്സിനെയൊക്കെ അല്ലെങ്കിൽ പ്രൊപ്പോസൽസിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഡിസിഷൻ എടുക്കും. പിന്നെ കീ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ ഗവർണർ റിലേറ്റഡ് ആയിട്ടുള്ള കീ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് വെച്ചാൽ ഗവർണറിനെ പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആരുടെ ഇൻട്രസ്റ്റിനെ ഇത് ചെയ്യാനായിട്ട്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആണ് ഗവർണറിനെ പ്രസിഡൻ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ആക്ച്വലി എലക്റ്റഡ് ബൈ ദ പീപ്പിളാണ്. അപ്പോൾ ഡെമോക്രസിയിൽ ആക്ച്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളെപ്പോഴും പീപ്പിൾസ് ചോയ്സ് ആണ്, അല്ലെങ്കിൽ വിസ്ഡം ഓഫ് ദ കോമൺ മാൻ ആണ്. അപ്പം റീജിയണൽ ആസ്പിറേഷൻസിനെ കൊണ്ടുവരാനായിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നത്. അപ്പം ഈ റോൾസിൽ സ്റ്റേറ്റ് ഗവർണറിൻ്റെയും പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ അത് രണ്ടിലുള്ള ക്ലാഷ് എപ്പോഴും വരാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ക്ലാഷസ് വരുന്ന ഏരിയാസാണ്. ഒന്നെന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ ഓട്ടോണോമിയും പിന്നെ യൂണിയൻ അപ്പോയിൻറ്റീസും തമ്മിലുള്ള ക്ലാഷ് വരും. അതായത് മിക്ക കേസിലും യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡിഫറെൻറ്റ് പാർട്ടീസ് ആണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും മിക്കവാറും ഒരു പവർ ഉള്ളത്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓപ്പോസിഷൻ പാർട്ടിയുടെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ അവരുടെ നീഡ്സിന് എതിരായിട്ട് അവർ ആക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ കോൺഗ്രസ് എറ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പോയിൻമെൻറ്റ് ഡിലേസ് വരും, ലെജിസ്ലേറ്റീവ് ഹേർഡിൽസ് വരും, പോളിസി ഡിഫറൻസസ് വരും. ഓക്കെ, പിന്നെ ഗവർണർ സൈഡിങ് സ്പെഷ്യൽ പവേഴ്സ് എന്ത് ചെയ്യും? എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരം, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാബിനറ്റിൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പെഷ്യൽ പവേഴ്സ് ഉപയോഗിച്ച് ആൾ മാറി നിൽക്കും. പിന്നെ പീപ്പിൾസ് മാൻഡേറ്റിനെതിരായിട്ട്, അതായത് പീപ്പിൾസ് ആണ് അല്ലെങ്കിൽ കോമൺ മാൻ ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ചൂസ് ചെയ്യുന്നത്, പക്ഷേ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പാർട്ടീഷൻ ഇൻട്രസ്റ്റുകൾ ഈ ഗവർണർ എടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് നടന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫ്ലാഷ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ, അതായത് ബ്യൂറോക്രാറ്റിക് സമൻസ് ബൈ ദ ഗവൺമെൻറ് നടന്നിരുന്നു. അവിടുത്തെ സെക്രട്ടറീനെയൊക്കെ മാറ്റാനൊക്കെ നോക്കി, പക്ഷേ പുള്ളി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് മമതാ ബാനർജിയുടെ പേഴ്സണൽ സ്റ്റാഫിലോട്ട് കയറുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ സ്പീക്കറിൻ്റെ ഇലക്ഷൻ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ നോമിനേഷൻസ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ തമിഴ്നാട്ടിൽ എന്താണ് ബിൽസ് പെൻഡിങ് ആയിട്ട് വെച്ചു. പിന്നെ അസംബ്ലി അഡ്രസ്സസ് ഗവർണർ എഡിറ്റ് ചെയ്തു. പിന്നെ കേരളയുടെ കേസ് നമുക്കറിയാം, മിനിസ്റ്ററിൻ്റെ റെസിഗ്നേഷനെ കുറിച്ച് പറയുന്നത്, പിന്നെ വൈസ് ചാൻസലറിൻ്റെ അപ്പോയിൻമെൻറ്റിനുള്ള ഡിസ്പ്യൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. പിന്നെ ഇത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഓൺ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ എങ്ങനെയാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിൽ. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ഒരു റോളുണ്ട് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. കാരണം അവരും നമ്മളെന്ന് വെച്ചാൽ ഒരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് ആണ് അല്ലേ. അതായത് ഒരു യൂണിറ്ററി ബയസസ് നമുക്ക് എപ്പോഴും ഉണ്ട്, പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ യൂണിയൻ ഈസ് സ്ട്രോങ്ങർ ദാൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്താലേ നമുക്ക് നാഷണൽ ഡെവലപ്മെൻറ്റിലോട്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ട്രസ്റ്റ് ഡെഫിസിറ്റ് എറോഡ്സ് സ്പിരിറ്റ് ഓഫ് ഫെഡറൽ കമ്മിറ്റി എൻസ്ട്രൈൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ സ്റ്റേറ്റിൻ്റെ ലെജിറ്റിമസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഗവർണറിൻ്റെ ആക്ഷൻസ് ഒക്കെ വരുമ്പോഴേക്കും അഡ്മിനിസ്ട്രേറ്റീവ് പാരലൈസസ് ഒക്കെ നടക്കും അല്ലേ. അപ്പം ഗവർണർ ഇഷ്യൂ ചെയ്യുകയാണ്, ഇപ്പം ഇവിടെ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് എമർജൻസി വരെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലോട്ടൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുമ്പോഴേക്കും സ്റ്റേറ്റിൻ്റെ വർക്കിംഗ് മെക്കാനിസം എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തും എഫക്റ്റ് ചെയ്യും. പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറഞ്ഞേക്കുന്നത് അത് അപ്ഹോൾഡ് ചെയ്യുക. യൂണിറ്റേറിയനിസവും ഫെഡറലിസവും കൂടി നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക. പിന്നെ ഫോർമൽ അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഗവർണറിൻ്റെ എപ്പോഴും എക്സെപ്ഷണൽ കേസസിലും എമർജൻസി ഗ്രൗണ്ടിലും മാത്രം എക്സസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റിയാണ്, അത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക. പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം സ്റ്റേറ്റും ഗവർണറും തമ്മിൽ. അപ്പം കോൺഫ്ലിക്ട്സ് കുറച്ചുകൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ക്രിഷണറി പവേഴ്സ് കുറച്ചൊക്കെ കുറയ്ക്കണം ഗവർണറിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യും? പൊളിറ്റിക്കൽ ഡയലോഗിലൂടെ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം. ഓക്കെ, അതൊക്കെയാണ് ഗവർണർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വേഴ്സസ് ഗവർണർ ഡിസ്പ്യൂട്ട്സിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് PYQs ഒക്കെ ഉള്ളൊരു ചോദ്യമാണ് ഈ ഫെഡറൽ ഗവൺമെൻറ് യൂണിറ്ററി ഗവൺമെൻറ്റിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അത് ചിലപ്പം പ്രിലിംസ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഡ്യുവൽ ഗവൺമെൻറ്, ദാറ്റ് ഈസ് നാഷണൽ ഗവൺമെൻറ് ആൻഡ് റീജിയണൽ ഗവൺമെൻറ് ഉള്ളത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ നാഷണൽ ആൻഡ് റീജിയണൽ ഗവൺമെൻറ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ്. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ്.
ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ഇത് ഓർത്തിരുന്നതാണ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ഫെഡറൽ ഫീച്ചറും പിന്നെ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറും ഫെഡറൽ ഫീച്ചറാണ്. പിന്നെ യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ കേസിൽ സിംഗിൾ ഗവൺമെൻറ് ആണ്, നാഷണൽ ഗവൺമെൻറ് ആണ് റീജിയണൽ ഗവൺമെൻറ്റ്സിലും തീരുമാനങ്ങൾ റീജിയണൽ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത്. പക്ഷേ യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ കേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടണും ആകാം അൺറിട്ടണും ആകാം. പിന്നെ നോൺ ഡിവിഷൻ ഓഫ് പവേഴ്സ്, ഓൾ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദ നാഷണൽ ഗവൺമെൻറ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി സുപ്രീം ഓർ മേ നോട്ട് ബി സുപ്രീം. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ആകാം അല്ലെ റിജിഡ് ആകാം. പിന്നെ യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ കേസിൽ ജുഡീഷ്യറി ക്യാൻ ബി ഇൻഡിപെൻഡൻറ്റ് ഓർ മേ നോട്ട് ബി ഇൻഡിപെൻഡൻറ്റ്. ഇതെല്ലാം മേ ഓർ മേ നോട്ട് ആണ് കേട്ടോ. അപ്പോൾ ബൈ ക്യാമറലും ആകാം അല്ലെ യൂണി ക്യാമറലും ആകാം. പിന്നെ നെക്സ്റ്റ് അല്ലെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ S&T അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. ഒന്നെന്ന് വെച്ചാൽ സോളാർ പാനൽ സ്കീം വിൽ ബൂസ്റ്റ് എനർജി ഇൻഡസ്ട്രി. അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞതാണ്. ഫ്രൈഡേ ആണ് പറഞ്ഞത്, അപ്പോൾ നമുക്ക് റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ആക്ച്വലി നമുക്ക് ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, നമുക്ക് പ്രധാൻ മന്ത്രി സൂര്യോദയ യോജന. അപ്പം അതെന്ന് വെച്ചാൽ റൂഫ് ടോപ്പ് സോളാർ എനർജി അഡോപ്ഷൻ ഇൻ റെസിഡൻഷ്യൽ സെക്ടറിൽ അതിൽ ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി ഗോൾസിനെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള എയിമായിട്ടാണ് ഈ സ്കീം കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഒന്നെന്ന് വെച്ചാൽ ഇന്ത്യാസ് പോളിസീസ് ഫോർ പ്രൊമോട്ടിംഗ് സോളാർ റൂഫ് ടോപ്സ്, പിന്നെ ഇൻസൈറ്റ് ഇൻ ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് മെക്കാനിസം ഓഫ് സോളാർ പവർ എക്സ്പാൻഷൻ, പിന്നെ അപ്രിഷിയേറ്റിംഗ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് റിന്യൂവബിൾ സോഴ്സസ് ഇൻ സെക്യൂറിംഗ് ഇന്ത്യാസ് എനർജി ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഈ പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്താ? അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ റൂഫ് ടോപ്പ് സോളാർ പവർ സിസ്റ്റംസ് ഇൻ 1 crore ഹൗസസ് ആണ്. പിന്നെ റെഡ്യൂസ് ഇലക്ട്രിസിറ്റി ബിൽസ് ആൻഡ് ഗ്രിഡ് ഡിപ്പെൻഡൻസ്, പിന്നെ ബൂസ്റ്റ് റിന്യൂവബിൾ കപ്പാസിറ്റി ടു മീറ്റ് ഇന്ത്യാസ് റൈസിങ് പവർ ഡിമാൻഡ്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ ആക്ച്വലി കുറേ ക്രൂഡ് ഓയിലിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കോളിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ട് കോസ്റ്റിനെ ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ റിന്യൂവബിൾ എനർജി, നമുക്കറിയാം ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു മിഷൻ എയിം ചെയ്തുകൊണ്ടാണ് അല്ലേ. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സെൻട്രൽ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. അതെനിക്കൊന്ന് 3 kilowatt വരെ എങ്ങാണ്ട് 40%, അതിന് മുകളിലുള്ളത് 20% ഒക്കെയാണ് ഇൻസ്റ്റാളേഷന് സെൻട്രൽ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. പിന്നെ സിംപ്ലിഫൈഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഈസ് ഓഫ് ആക്സസ്, നെറ്റ് മീറ്ററിങ്, അതായത് ഇപ്പം സർപ്ലസ് ആയിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കീമിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ടാർഗറ്റ്സ് ഇൻസ്റ്റാളിങ് സോളാർ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റംസ് അക്രോസ് 1 crore ഹൗസ് ഹോൾഡ്സ്, പിന്നെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് 40%, 3 kilowatt വരെ, അതിന് മുകളിലാണെങ്കിൽ 20%. പിന്നെ സ്ട്രീം ലൈൻ പ്രൊസീജിയേഴ്സ് വൈ നാഷണൽ പോർട്ടൽ, സബ്സിഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു, സർപ്ലസ് പവർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സ്കീം. അപ്പം ഇതെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഉള്ള റിന്യൂവബിൾ എനർജി ഡിപ്ലോയ്മെൻറ്റിനെ റെസിഡൻഷ്യൽ സെക്ടർ കൊണ്ടുവരാം. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ സബ്സിഡീസൊക്കെ വഴി അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുക, കുറച്ചുകൂടെ ഈ പവർ നോർമൽ ആയിട്ടുള്ള സിറ്റിസൺസിന് റിലയബിളും അഫോർഡബിളും ആക്കുക, അതാണ് എയിം ചെയ്യുന്നത്. പിന്നെ വൈഡർ കോണ്ടെക്സ്റ്റ് ഓഫ് സോളാർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് സോളാർ എക്സ്പാൻഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഇന്ത്യ ഏകദേശം 7,000 ടൈംസ് ആണ് സോളാർ കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്തത് 2010 മുതൽ. അതായത് ഏകദേശം 10 megawatt to 73 gigawatt ആണ് നമ്മളതിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം റൂഫ് ടോപ്പ് സോളാർ ഹാസ് വിറ്റ്നസ് സിമിലർ ഗ്രോത്ത്. അതായത് ഈ 2019 2 gigawatt ആയിരുന്നു, അത് ഇപ്പം 11 gigawatt ആയി. പിന്നെ അപ്പം സ്റ്റേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള എന്താണ് രാജസ്ഥാൻ, ഗുജറാത്ത് അങ്ങനെയുള്ള സ്റ്റേറ്റ്സ്, അതായത് വെസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ നല്ല രീതിയിൽ സോളാർ പവർ ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നാഷണൽ വൈഡ് നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ സോളാർ എനർജിക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ സോളാർ എനർജി കപ്പാസിറ്റി നമ്മളിപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണ്? അപ്പോൾ എനർജി ഡിമാൻഡ് ആക്ച്വലി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ. അപ്പം ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സോളാർ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കോൾ പവറിൽ സോൾലി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എനർജി സെക്യൂരിറ്റി റിസ്ക്കുകൾ അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പം നമുക്ക് റിന്യൂവബിൾ എനർജി ടാർഗറ്റ് എന്താണ് 500 gigawatt ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഏകദേശം 73 gigawatt ഉള്ളൂ. അപ്പോൾ 500 gigawatt ആണ് നമ്മൾ 2030 അച്ചീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നാഷണൽ റിന്യൂവബിൾ എനർജി ടാർഗറ്റ്.
by providing clean distributed power and reducing dependence on fossil fuel imports. The promotion of both utility and rooftop solar energy is thus critical for powering India's growth economy in a sustainable manner. പിന്നെ ഇതിനകത്ത് കീ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസി സപ്പോർട്ട്സ് അല്ലെങ്കിൽ ടാർഗറ്റഡ് ഇനീഷ്യേറ്റീവ്സ് ഈ റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് ഒരു കോമൺ മാൻ്റെ റൂഫ് ടോപ്പിലോട്ട് എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് മെക്കാനിസം ഫോർ ഇൻറ്റഗ്രേറ്റിംഗ് ഡീസെൻട്രലൈസ്ഡ് സോളാർ പവർ വിത്ത് നാഷണൽ ഗ്രിഡ്. പിന്നെ അതായത് എന്താണ് ഈ സോളാർ പവറിനെയും കൂടി നാഷണൽ പവർ ഗ്രിഡിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ നോക്കിയത്. പിന്നെ റെക്കഗ്നൈസിങ് സോളാർ എനർജി സ്ട്രാറ്റജിക് റോൾ ഇൻ അഡ്വാൻസിങ് ഇന്ത്യാസ് എനർജി സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു ഇമ്പോർട്ട് ബിൽസ് ഒക്കെ കുറയ്ക്കുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി നമ്മൾ സേഫ് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സോളാർ എനർജി എങ്ങനെ ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ക്ലൈമറ്റ് ആക്ഷൻ കമ്മിറ്റ്മെൻറ്റ്സിലോട്ട് എങ്ങനെ ഈ ഉള്ള ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരും ഡെവലപ്പ് ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇന്നത്തെ ന്യൂസ് നമുക്ക് ഒത്തിരി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, എസ്പെഷ്യലി ബഡ്ജറ്റൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റിൻ്റെ ക്ലാസ്സസ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്, എസ്പെഷ്യലി പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഞാൻ ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.